ഹലോ ഗൈസ്, ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇത് ജെഫി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വ്ളോഗാണ് എടുക്കുന്നത്. മെയിൻ കുക്ക് അലീനജി, സെക്കൻഡ് കുക്ക് ഞാന്, ഹെൽപ്പിങ്ങിന് വേണ്ടി നമ്മള് ജെഫിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ജെഫി ഉണ്ട്. പിന്നെന്താണ് അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് കുക്കിംഗിലേക്ക് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ജെഫിയാണ് ഗൈസ് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് തരുന്നത്. ജെഫിക്ക് അറിയാവോ നമ്മൾ എങ്ങനെയാണ് ഈ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ കറി വെക്കാൻ പോകുന്നത്? ഇല്ല, ടീച്ചിങ് ക്ലാസ് എല്ലാം ഷായിന അലീനയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അവരെന്നും എനിക്ക് ഡെയിലി കുക്കിംഗ് ക്ലാസ്സസ് എടുത്ത് തരാറുണ്ട്. എന്റെ പടച്ചേനി പച്ചക്കളമാണ് കൈസ് ഇതെല്ലാം. ഞങ്ങൾ ആക്ച്വലി ജെഫിയുടെ തരും. ജെഫി വെസ്റ്റേൺ സ്റ്റൈലിൽ നല്ലപോലെ കുക്ക് ചെയ്യും ഗൈസ്. നമ്മൾ ഇനിയും അത് കാണാനിരിക്കുന്നു. അതെ, അതിന്റെ ഒരു ക്ലാസ് ഷായിന്റെ വ്ലോഗ് എടുക്കും. സോ നമ്മുടെ ബീഫൊക്കെ നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി. ഇനി ഇതിനകത്ത് ബീഫ് വേവിക്കാൻ വേണ്ടി പൊടി ഇടണം. അല്ലെ സോറി ഗൈസ്, എനിക്ക് ഇതിന്റെ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടാ കൊള്ളാം, കാരണം നമുക്ക് കളർ കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്ന പൊടികളൊക്കെ ഞാൻ എടുത്ത് മിക്സ് ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇതുണ്ടോ ഗരം മസാല ഉണ്ടോ? മല്ലിപ്പൊടി ഇടത്തില്ല, ഗരം മസാല. ഓക്കെ, ഗരം മസാല എടുക്കും. നമ്മളുടെ ഇരിക്കട്ടെ ഗൈസ്. അങ്ങനെ ടീസ്പൂൺ ഒന്നും അല്ല, ജസ്റ്റ് ഞാനിങ്ങനെ അടുപ്പിൽ കൊട്ടും ഇടും. അതാണ് എൻ്റെ ഒരു. പക്ഷെ നമ്മുടെ ബ്ലോഗിൽ അങ്ങനെ നമ്മൾ കാണിക്കാൻ പാടില്ല. ഇത് ഭയങ്കര വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടുവന്ന മസാലയാണ്. അതെ അതെ, നല്ല മണം. ഈ സ്പൂൺ നിങ്ങൾ എന്റെ അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് തന്നെ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നമുക്ക് നല്ല സ്പൈസിനെസ് വേണം, അതാണ് ഞങ്ങൾ നന്നായി കുരുമുളക് പൊടി ഇടുന്നത്. പിന്നെ ഞങ്ങൾ ഇത്തിരി പുളിക്ക് വേണ്ടി ഒരു ഹാഫ് നാരങ്ങ ഇതിനകത്ത് ഞാൻ പണ്ട് അത് വേണ്ട കേട്ടോ, അത്രയ്ക്ക് മതി. പിന്നെ സാധാരണ ആൾക്കാർ നാരങ്ങയും തൈരും കൂടെ ഒഴിക്കില്ല, കാരണം പുളി കൂടി പോവും. പക്ഷെ ഞാൻ ഒഴിക്കും ഗൈസ്. ഇതെന്റെ സ്പെഷ്യൽ അല്ല, നമ്മൾ ഈ കുക്കിംഗ് ചാനലിലൊക്കെ കണ്ടുപിടിച്ചതാണ്. കുറച്ച് തൈരിട്ടാൽ ബീഫിന് കുറച്ച് പുളി കിട്ടും. കുറച്ച് ഓവർ പുളിയായി ഉപ്പിട്ടില്ല. മുളക് ഇത്തിരി പൊടിയാണ്, കളർ ഇത്തിരി കുറഞ്ഞു പോയി. ഓക്കെ, ഞാൻ ഉപ്പിടില്ല, ഉപ്പിടുന്ന ഷൈനിക്ക്. നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടാം ഗൈസ്. അല്ല സോറി, മുളക് പൊടി. കളറില്ല, കളറും നമ്മൾ കപ്പ ബിരിയാണിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് ഏരിയ അല്ലേ? ഇനി നമുക്ക് ഉപ്പിടണം. ഉപ്പാണ് ഗൈസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉപ്പില്ലാതെ ഒരു കറി. അതെ, നമുക്ക് അങ്ങനെ കൃത്യമായി ടീസ്പൂൺ കണക്കുകളൊന്നുമില്ല. നമ്മൾ സ്വന്തം അളവിലിടുന്ന ഏകദേശം ഊഹത്തിനങ്ങ് കൊട്ടുന്നു. കൂടി പോവാറില്ല. എപ്പോഴും ഞാൻ ഭയങ്കര കൃത്യമായിട്ടാണ് ഉപ്പിടാറുള്ളത്. പിന്നെ കുറച്ചിട്ടാലും നമുക്ക് പിന്നെ കറിയാക്കുമ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വേവിക്കാനാണ്. നമ്മൾ എത്ര വിസില? 7 വിസിൽ. ഇവിടുത്തെ ബീഫിന് ഭയങ്കര വേവ് കൂടുതൽ. അപ്പൊ നമ്മൾ 7-8 വിസിലൊക്കെ അടിക്കും. വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. അത് നമുക്ക് ഇങ്ങനെ വഴറ്റാൻ വേണ്ടി കുറച്ച് വെക്കണം. പിന്നെ കുറച്ച് സവാള, ഞങ്ങൾ ഹാൻഡ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ, നന്നായി സോപ്പിടി. പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം, കാരണം ഹൈജീൻ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ നേഴ്സസ് ആണ്, ദിവസം 10 തവണ കൈവാഷ് ചെയ്യുന്നവരാണ്. ഈ കുക്കറിന്റെ മണ്ടയിൽ ഒരു കറുത്ത സാധനം ഉണ്ടായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പം അറിയില്ല ആരാ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഡാഡി വറുത്ത് തന്ന കരിയാപ്പില. കുറച്ച് എനിക്കൊന്ന് ഓൾറെഡി ബീഫിൽ വെള്ളമുണ്ട്, അപ്പൊ വെള്ളം വലിയും. പിന്നെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി വെള്ളം. വളരെ സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എരിയണം, എരിഞ്ഞും കൂടി കയറണം.
കത്തിയിരിക്കണം. അങ്ങനെ നമ്മുടെ ബീഫിന്റെ റെസിപ്പി സെറ്റായി. നമ്മളിങ്ങനെ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. കുക്കർ അടച്ച് ജെഫിക്ക് ഇപ്പൊ പഠിച്ചോ ബീഫ് മിക്സിംഗ് പഠിച്ചോ? മിക്സിംഗ് പഠിച്ചു. നെക്സ്റ്റ് ടൈം വിൽ യു ട്രൈ? ഡെഫിനറ്റ്ലി വിൽ ട്രൈ. ഓക്കെ. എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട്? എനിക്ക് അഭിമാനം തോന്നുന്നു ഗൈസ് ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിനോർത്ത്. അലിനാജിക്ക് എന്ത് തോന്നുന്നു ഈ ബീഫിന്? ആ ബീഫ് ഇത്ര സെറ്റ് ആക്കിയതിനെ കുറിച്ച്? ഇത് സിമ്പിളാ, ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നല്ലേ, അതാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് അലിനാജിയോട് നന്ദി പറയാനുണ്ട്. കാരണം എന്നെ ഒരു കപ്പ ബിരിയാണി ഫാൻ ആക്കിയത് അലിനാജിയാണ്. കാരണം ഇന്ത്യയിൽ വെച്ച് ഞാൻ അങ്ങനെ കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല. ഈ UK വന്നിട്ടാണ് ഞാൻ ആദ്യം, എനിക്ക് സത്യമാണ്, സത്യം, ഞാൻ കപ്പ ബിരിയാണി അങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാ. പക്ഷെ ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഡിഷിലൊന്നാ. അതിൽ അലിനാജിയാണ് എന്റെ പ്രധാന കാരണം. പിന്നെന്താ പറഞ്ഞു? എന്തൊക്കെയുണ്ട് പറയണം? പിന്നെ നമ്മളുടെ ഇനി എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു. എനിക്ക് എങ്ങനെയുണ്ട് ഒരു ചായ? ചായ ആയാലും ജെഫി ചായ ഉണ്ടാക്കാൻ ഭയങ്കര മിടി. ഞാൻ ചായ ഉണ്ടാക്കാം. മസാല ടീ. മസാല ടീ, കറക്റ്റ് ചായ വിത്ത് സം സിനമൺ, നല്ല ഏലക്ക. എനിക്ക് സിനിമൻ രണ്ടുപേരും സിനിമൻ ഫാൻസാണ്. ഞാൻ സിനമൺ ഇസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. എനിക്കാണ് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ആർക്ക് സിനമൺ ഫാൻസ് ഉണ്ടോ, ഗോ ഫോർ ഇറ്റ്. എനിക്ക് അതിന്റെ സ്മെല്ലാണ് ഗൈസ് ഇഷ്ടമില്ലാത്തത്. എനിക്ക് അതിന്റെ സ്മെല്ലും ഇഷ്ടമാണ്, ടേസ്റ്റും ഇഷ്ടം. എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി അലിനാജി ഈ ബീഫ് വേവുന്ന ടൈമിൽ സൂപ്പർ ഒരു ചായ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് കപ്പ ബിരിയാണിക്ക് കപ്പ റെഡി ആക്കട്ടെ. ചായ കുടിച്ചിട്ട് അധികം നേരം എടുക്കില്ല, 2 മിനിറ്റ്, 5 മിനിറ്റ് വിസിലിട്ടൊന്ന് വേവിച്ചാൽ മതി. തേങ്ങ ഉണ്ടോ? വിഷമിക്കണ്ട, തേങ്ങയുണ്ട്. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഞങ്ങള് ഇതുവരെ റെസിപ്പി ഞങ്ങൾ എങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഞങ്ങളെല്ലാം പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്ന് അപ്പൊ തോന്നുന്ന രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പണ്ട് പക്ഷെ ഒരുമിച്ച് ഉണ്ടാക്കുന്നവരായിരുന്നു ഗൈസ്. അപ്പൊ പിന്നെ നമുക്ക് സാഹചര്യങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള അടികളും. അങ്ങനെയല്ല ഗൈസ്, ഞാനൊരു നോൺ വെജ് ഫാൻ ആണ്. ഇവളൊരു ഇംഗ്ലീഷ് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഇവളൊരു വെജ് ആണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരാളും കൂടെ ഉണ്ട്, എൽസമേരി. അവൾക്ക് ഫുഡ് ഉണ്ടാക്കാനേ താല്പര്യമില്ല. അവൾക്കും വെജ് ആണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ എല്ലാം ടേസ്റ്റ് ബഡ്സ്, അവള് ഇവിടുത്തെ ഏറ്റവും വലിയ നോൺ വെജ് ഫാൻ ഞാനാണ്. അപ്പൊ പിന്നെ നമ്മുടെ എല്ലാം കൂടെ ടേസ്റ്റ് ബഡ്സ് അങ്ങോട്ട് ഒത്തു പോവാത്തത് കൊണ്ടും പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് പറഞ്ഞു എല്ലാരും കൂടെ സെറ്റ് ആയിപ്പോ. ബട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ വി ഓൾവേസ് ഷെയർ. ഇന്ന് തന്നെ എൽസയാണ് എനിക്ക് ഫുഡ് തന്നത്. നാളെ അലിനേജി തരും. അതെ, അലിനേജി ഇന്ന് എനിക്ക് വെണ്ടയ്ക്ക് തോരൻ, കോവയ്ക്ക് തോരൻ, എൽസ ചോറ്, ജെഫി ഒന്നും തന്നില്ല. എന്താണ് കഴിച്ചത്? മുട്ട പൊരിക്കും. ഞാൻ ഡയറ്റ് കൺട്രോളിലാണ്. എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഗൈസ്. ഞാനും അങ്ങനെയായിരുന്നു ഗൈസ്. പക്ഷെ എനിക്കൊരു ഞാനിങ്ങനെ ഫിറ്റ്നസ് ഓറിയന്റഡ് ഐ ആം ഹെൽത്ത് ഓറിയന്റഡ്. അങ്ങനെ അത് കാരണം ഞാൻ ഇടക്കാലത്തേക്ക് ഒരു 6 മന്ത് ബ്രേക്ക് എടുത്തതാ. പക്ഷെ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 7 മന്ത് ആയി. എന്റെ കൈ അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മില് വീണ്ടും പോകും. ജെഫിയാണ് ജിം പ്ലസ് ബോക്സർ ആണ്. അതെ, ഞാനൊരു ബോക്സിംഗിന്റെ ഇടയിലാണ് ഗൈസ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. അങ്ങനെ എനിക്ക് പഞ്ച് ചെയ്യുന്നതിനിടയിൽ എനിക്ക് എന്റെ ടെൻഡൻ ബ്രേക്ക് ആയി ഗൈസ്. ഇനി ഞാൻ ബോക്സിംഗിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവായിരിക്കും. ഞാൻ ഈ ഫുഡ് വർക്ക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അടുത്താഴ്ച ഞങ്ങൾ പ്രൊഡക്റ്റീവായി ചിന്തിക്കുകയാണ് ഗൈസ്. ഇനിയും ഞങ്ങൾ എല്ലാരും സ്വിമ്മിങ് പഠി. ഓൾറെഡി എനിക്ക് സ്വിമ്മിങ് അറിയാം. പിന്നെ ഇവർക്ക് വേറെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇവര് സപ്പോർട്ട് ചെയ്യാൻ പോകും. ഒരു മിനിറ്റ് അറിയില്ലാത്തതായിട്ട് എന്തെങ്കിലും താങ്കൾക്കുണ്ടോ? അറിയാം, എനിക്ക് പറക്കാൻ അറിയില്ല ഗൈസ്. ചിറകില്ലാതായി ഇല്ല, അതും ചെയ്തേനെ. അപ്പൊ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ കൂടെ സ്വിമ്മിങ് പഠിക്കാൻ അടുത്താഴ്ച. എനിക്ക് കുറച്ചറിയാം. സ്വിമ്മിങ് സൂട്ട് വാങ്ങിച്ചു അല്ലേ? സോറി, ഇവിടെ നമുക്ക് കുറച്ചേരം അവോയ്ഡ് ചെയ്യാം. എനിക്ക് കുറച്ചറിയാം. ചെറുപ്പത്തില് ഞങ്ങളുടെ അടുത്ത് പുഴ ഉണ്ടായിരുന്നു.
എന്റെ അപ്പ എന്നെ അലിനേജ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു. ഞങ്ങൾ ഉറുകുന്ന് പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഇവള് സ്വിമ്മിങ്ങിൽ പ്രോ ആണെന്ന് പറഞ്ഞു. മറ്റേ കണ്ടം പോലെ നമ്മുടെ കുട്ടിന് താഴെയുള്ള വെള്ളത്തിൽ ഞാൻ പറഞ്ഞു പറ്റിച്ചതല്ല. എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും ഒരു തൊള്ളി പോലും നീന്താൻ അറിയില്ലായിരുന്നു. എനിക്ക് പിന്നെ കുറച്ച് ബേസിക് അറിയാം. കാരണം എന്റെ അപ്പ എന്നെ ഞങ്ങളുടെ അടുത്തുള്ള പുഴയെ കൊണ്ട് ചാടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ അറിയാം. അപ്പൊ അവരെന്നെ വിശ്വസിച്ചു. അതെന്റെ തെറ്റല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പണ്ട് മുതലേ ആറ്റിൽ നീന്തി കുളിച്ച് വളർന്ന ഒരാളാണ്. സോ എനിക്ക് ഒരു 5 വയസ്സ് മുതൽ നീന്തൽ അറിയാം ഗൈസ്. മറ്റോട് പോലെ എവിടെ രണ്ടാം ഞാൻ പൊക്കി പറയുന്നല്ല ഗൈസ്. ഞാൻ എന്നെ വീട്ടുകാർ ഇങ്ങനെ നമ്മൾ നടന്നു തുടങ്ങിയ പ്രായത്തിൽ തന്നെ ആറ്റിലെടുത്തിട്ടതാണ്. സോ എനിക്ക് നീന്തൽ അറിയാം ഗൈസ്. എനിക്കറിയില്ല, എനിക്ക് കുറച്ച് ബേസിക് അറിയാം. ജെഫിക്ക് അറിയില്ല. എനിക്കറിയില്ല. നമ്മള് ടർക്കി പോയപ്പോഴാണ് ഷാഹിന പഠിച്ചത്. ഞാൻ പഠിച്ചതല്ല, ഞാൻ നടുക്കടലിൽ ഇറങ്ങി ചാടി ഗൈസ്. അത് കണ്ട് ഇവരൊക്കെ വാ പൊളിച്ചു നിന്നു. ഞാൻ വരെ അതിനകത്ത് പെട്ടുപോയി. അത് സൂപ്പർ ആയിരുന്നു അല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ആ വിഷ്വൽസും കൂടി ആയിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് ഇവരുടെ ഷോ കാണിക്കണമായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വിസിലായി. ഓക്കെ, സോ നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ വേറെ എന്തുണ്ട്? ഡ്യൂട്ടി ഒക്കെ എങ്ങനെ പോകുന്നു? ഡ്യൂട്ടി ഞാൻ നിന്നോടല്ല, ഞാൻ ഇവളോടാ പറഞ്ഞു. എന്നെ അപമാനിക്കുന്നു ഗൈസ്. അല്ല, നിങ്ങൾ കമന്റ് ഇടണം. എങ്ങനെയുണ്ട് ഡ്യൂട്ടി ഒക്കെ എങ്ങനെ പോകുന്നു? ഡ്യൂട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാൻ എൻജോയ് ചെയ്യുന്നു. ബിസി ലൈഫാണ്, ബട്ട് സ്റ്റിൽ എൻജോയ്. അലീനയുടെ ഡ്യൂട്ടി എങ്ങനെയുണ്ട് ഡ്യൂട്ടി ഒക്കെ? ആക്ച്വലി ഗൈസ് ഞാനൊരു വലിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയിരുന്നു. സോറി, ഇത് ഓൾറെഡി നീ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ, നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ നമ്മുടെ ബ്ലോഗേഴ്സിനെ ദേഷ്യപ്പെടുപ്പിക്കുന്നത്. എന്റെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്തു ഗൈസ്. സോ ഞാൻ അവിടെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. എന്റെ ജീവിതം ഒന്ന് പച്ച ഇത്ര ജാടിടുന്നെങ്കിലോ. ഗൈസ് ഞാൻ പ്രൊഫഷണൽ ആവുമ്പോ ഞാൻ പ്രൊഫഷണൽ ആയിട്ട്. സോറി, നമുക്ക് വേറെ ഇതിലേക്ക് പോകാം. അലീനയുടെ ഡ്യൂട്ടി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഷീസ് എ സീനിയർ സ്റ്റാഫ് നൗ അല്ലേ? അവള് ട്രോമ ഡിപ്പാർട്ട്മെന്റിൽ അധികമാണ്. ഞാനൊരു സീനിയർ സ്റ്റാഫ് അല്ല, 2 വർഷം സ്റ്റാഫ് ഓൾമോസ്റ്റ് ഒരു 3 ബട്ട് എനിക്കിഷ്ടമാണ്. തിരക്കൊക്കെ ഉണ്ട്, ബട്ട് എനിക്കിഷ്ടം. ഐ തിങ്ക് മോർ അവള് ഒരു ബാൻഡ് 6 വേക്കൻസി വരുമ്പോ മേ ബി ഷീ വുഡ് ബി ട്രൈങ് ദാറ്റ്. അലീന സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്നപ്പോ എനിക്കറിയായിരുന്നു. അവൾക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിരുന്നു. ട്രോമ വാർഡും എപ്പോഴും ഞങ്ങളുടെ റൂമിൽ വന്നതിനെ പറ്റി ഡിസ്കസ് ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് നൗ ഷീസ് ലൈക്ക് പ്രോ. അല്ല, എനിക്ക് എവിടെ പോയാലും എന്ത് കാര്യമുണ്ട് ഫസ്റ്റ് എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഭയങ്കര സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. ബട്ട് ഞാനിപ്പം ഓക്കെയാണ്. അത് നമ്മള് തുടക്കത്തില് എല്ലാവർക്കും അങ്ങനെയാണ്. ചിലവർ തുടക്കത്തിൽ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ടെൻഷൻസ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ഈ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിന്റേതായ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റാഫ് പോലെയല്ല അവര് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഗവൺമെന്റിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇന്നോവേഷൻ നമ്മൾ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതെ, നമുക്ക് അത്ര റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ അതെ, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ ഒരു നമുക്ക് 6 മാസത്തെ എക്സ്പീരിയൻസ്. അപ്പം എങ്ങനെ പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോ നമ്മൾ എങ്ങനെ അതുമായിട്ട് ഒന്ന് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു ടെൻഷൻ. ബട്ട് എങ്ങനെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് കറന്റ്ലി അലീനജി അവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാഫ് ആണ്. കഴിഞ്ഞ തവണ നീ നല്ലൊരു നേഴ്സാണ്. എല്ലാവരും നല്ലൊരു നേഴ്സാണ് അല്ലേ? വെരി ഗുഡ് നഴ്സ്. എല്ലാവരും അവനവന്റെ എല്ലാവർക്കും ചിലതിൽ നല്ല കഴിവുള്ളായിരിക്കും. അങ്ങനെ നിനക്ക് അതെ, ഓഫ് കോഴ്സ് ഇതൊരു കഴിവ് നിറഞ്ഞ കുട്ടിയാണ്. ജെഫിയുടെ കഴിവ് എന്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്? ടാലന്റ്? എന്റെ ടാലന്റ് മെയിൻലി സ്കിൻ വൈസ് ഒക്കെയാണ്. ഓ അയ്യ, അവൾ നല്ലൊരു ഗുഡ് മേക്കപ്പ് നല്ലോണം ചെയ്യും. അതില് എനിക്ക് തോന്നുന്നു അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിന്റെ ടാലന്റ് എന്താണെന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ടാലന്റ് എന്താണ്. എന്നാ നമുക്ക് അത് വിടാം.
അവസാനം എടുത്ത് കണ്ടുപിടിച്ചാൽ എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവൊക്കെ ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബട്ട് സ്റ്റിൽ നിനക്ക് ടൈം ഉണ്ട്. അതെ അതെ, നാടിന്റെ IAS കോഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് കോഴ്സസ് എടുക്കും. സോ ഞാൻ ബിസിനസ് മൈൻഡഡ് ആണ്. ഒരു പാസീവ് ഇൻകം ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുക, അതാണ് എന്റെ ഒരു ലക്ഷ്യം. നിന്റെ? എനിക്ക് പല കാര്യങ്ങളും ഇഷ്ടമുണ്ട്. പാട്ട് പാടാൻ ഇഷ്ടം, പക്ഷെ എനിക്ക് അതിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കഴിവില്ല. പാട്ട് അത് നമുക്ക് കേൾക്കാം. പിന്നെ എനിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ അതിലൊരു ഭയങ്കര പ്രോ അല്ല, സാധാരണ പിള്ളേര്. ബെസ്റ്റ് ഡാൻസറും കൂടിയാണ്. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അലീനജി ഡാൻസിംഗ് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കണം ഗൈസ്, അലീനജിയുടെ ഡാൻസിന്റെ കുറച്ച് പോർഷൻസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഡു ചെക്ക് ഔട്ട്. അവളുടെ ഡാൻസ് പാർട്ണർ ആണ് ഗൈസ് സ്റ്റെഫി. ട്രൂ ആണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ് ഡാൻസ് കളിക്കാൻ, പക്ഷെ എന്റെ വീട്ടുകാർ എന്നെ കൊച്ചിലെ ഡാൻസ് പഠിപ്പിച്ചു. എന്റെ മെയ് വഴങ്ങുന്നില്ല. പക്ഷെ ഇവിടെ ആദ്യം പണ്ട് കളിച്ചതിനേക്കാൾ നന്നായി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. ഡാൻസ് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനത്തെ കളിയാക്കലിലൊന്നും വീഴേണ്ടതല്ല. കമ്മിങ് ടു ദാറ്റ് പോയിന്റ്, ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോ എന്റെ ഡാൻസ് പാർട്ട്ണർ ആയിരുന്നു. ഞാൻ എല്ലാരും ഇങ്ങനെ റീലൊക്കെ ചെയ്യാൻ വേണ്ടി, എനിക്ക് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമായിരുന്നു. അപ്പൊ എല്ലാരും വിളിക്കും, ബട്ട് ഇവർക്കൊന്നും അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് ഇവര് വരില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഗൈസ് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല ഗൈസ്, എനിക്ക് കഴിവില്ലെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്തിനാണ് നാട്ടുകാർ? എല്ലാരും നമ്മൾ കഴിവ് ആർജിച്ചെടുക്കുന്നല്ലേ അല്ലേ? നമ്മള് പെർഫെക്റ്റ് എല്ലാരും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മളുടെ ബീഫ് വെന്തു എന്ന് തോന്നുന്നു. നമുക്ക് ബീഫ് വെന്തോ എന്ന് ഈ കുക്കർ പൊക്കി കുറച്ച് നോക്കാം. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ആര് പാട്ട് പാടുന്നു? നീ പാട്ട് പാടും. ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ഉണ്ട്, ഷായനിക്ക് പ്രത്യേകിച്ച് പ്രാന്താണ്, ഹനാൻഷ. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കും. ജെഫിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം ഈസ് എ ഗുഡ് സിംഗർ അല്ലേ? ഇഷ്ടമാണോ ഹനാൻഷയുടെ പാട്ടുകൾ? ഇന്നാണ് ഞാൻ അറിഞ്ഞത്, നല്ലതാണ്, ഭയങ്കര നല്ല പാട്ടുകാർ. ഹനാൻഷയുടെ വീട്ടുകാരൊക്കെ മാപ്പിളപ്പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വേണമെങ്കിൽ ഒരു മാപ്പിളപ്പാട്ട് അത് പാടു പ്ലീസ്. ഹനാൻഷ കേക്കട്ടെ. പാട് പാട് പാടു പ്ലീസ്. നാളായിരുന്നു പാട്. കളിയാക്കരുത് ഗൈസ്, എന്റെ ശബ്ദം അത്ര നല്ലതല്ല. പാടുന്നാലും ഒന്ന് പാടു. ഏതാണ് ഞാൻ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. ഓക്കെ, അവള് പോയി പാട്ടപ്പെട്ടെ. അപ്പഴേക്കും ഞങ്ങൾ ഏതോ ഒരു പാട്ട് ഇന്ന് ഹനാന്റെ ഏതോ പാട്ട് കേട്ടിട്ട്, അത് ഹനാന്റെ എന്തൊക്കെ വീഡിയോ കണ്ടു പ്രാന്ത് ഇളകി ഇന്ന് അതൊക്കെ പാടുന്ന കേട്ടു. ഭയങ്കര ബിഗ് ഫാനാണ്, ബട്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ല. മറ്റേ ആ പാട്ട് ഞാൻ ഇന്ന് പാട്. പുതിയ മാപ്പിളപ്പാട്ട് പഠിച്ചു ഗൈസ്. 5 മിനിറ്റ് ഇരുന്നാ പാട്ടുണ്ടോ? ചട്ട കൊടുത്തിട്ട് പുതുമരം ചമന്തിട്ട് പുറത്തു കൂടിടലായി പോലി. സോറി ഗൈസ്, അത്ര എനിക്ക് പറ്റും. സാരമില്ല, ഇനി പുതിയൊരു പാട്ട് പഠിച്ച് പാടുന്നായിരിക്കും. ജെഫിക്ക് പാട്ട് പാടണോ? അലീന ജിസി എന്ന് പറയുന്നത് പാട്ട് പാടാൻ വളരെ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ റീസെന്റ് ഫേവറേറ്റ് സോങ് ഏതാണ്? ഓളങ്ങളിലാണ്. ഓളങ്ങൾ ഭയങ്കര രസം. എനിക്ക് പാടാൻ അറിയില്ല, അത് കാരണം എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടം. അതുപോലെ പാട്ട് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അവൾക്ക് അവളുടെ ഒരു പാട്ട് പാടും, എന്നാലും 2 വരി. അലീന പാട്ട് പാടുന്നതായിരിക്കും പെർഫെക്റ്റ്. അലീനയുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട്, കാര്യമില്ലാന്നേ ഉള്ളൂ. എല്ലാ മോർണിംഗിലും അവളുടെ ഒരു സോങ് ഉണ്ടാവും, ഈവൻ നൈറ്റ്. നമ്മൾക്ക് ഇത് പാടു, 2 വരി പാടു പ്ലീസ്. പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് സോങ്സ് ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു പാട്ടിന് വേണ്ടി. പാടാൻ അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല ഗൈസ്, പക്ഷെ എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് പാട്ട് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ അത്ര വലിയ മികച്ച സംഗതി ഒന്നും അല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നത്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. എനിക്കങ്ങനെ ഞാൻ ചിന്തിക്കുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും പ്രശ്നമാണോ? അല്ല, ഞാൻ പാട്ട് എപ്പോഴും പാടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ പണ്ട് പക്ഷെ പാട്ട് കേൾക്കുന്നത് കുറവാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ കവർ പാട്ട്, ഇങ്ങനെ കവർ സോങ്സ് ഒക്കെ മാത്രമേ കേൾക്കാറുള്ളൂ. പക്ഷെ അലിനാജിക്ക് എന്ന് പറഞ്ഞാൽ പാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് പാട്ടില്ലാതെ ഒരു ദിവസം കടന്നു പോവില്ല. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. ഈവൻ അവൾ മോർണിംഗില് ഗസലൊക്കെ
പക്ഷെ ഇവരൊക്കെ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഇവരിങ്ങനെ പ്രകൃതി എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവരിങ്ങനെ പാട്ടൊക്കെ കേട്ടങ്ങനെ പോകും. ഇല്ല, ഞാൻ രണ്ടും ചെയ്യും. ഞാനിങ്ങനെ പാട്ടായിട്ടാണ് എന്നും പോകുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഫോണൊക്കെ എടുത്ത് വാഷ്റൂമിൽ കയറി അവള് റിപ്പീറ്റ് ചെയ്യും ഓരോ സംഗതികളൊക്കെ ഭയങ്കര ട്രൈ ചെയ്യും. ഹൈ പിച്ച്, ലോ വേരിയേഷൻ എനിക്കിഷ്ടം. ഞാനും ടോയ്ലറ്റിലാണ് എന്റെ മെയിൻ. ഇത് വേറെ കുളിക്കാൻ കയറുമ്പോഴാണ് ഗൈസ് ഞാൻ എന്റെ പാട്ടിനെ പുറത്ത്. ബാത്റൂം സിംഗേഴ്സ് ആണ് എല്ലാരും പുറത്ത് വന്ന്. ഇപ്പം എനിക്ക് ബാത്റൂം ഒന്നുമില്ല, എല്ലായിടത്തും ഞാൻ പാടും. എനിക്ക് ഇഷ്ടം പാട്ട് പാടാൻ. പിന്നെ എന്താ, ഈവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ ലേറ്റ് ആയാൽ പോലും 2 മിനിറ്റ് ഉള്ളൂങ്കിലും ഞാൻ പാട്ട് കേട്ടോണ്ടേ പോകും. കാരണം നമുക്കറിയാം ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള സ്ട്രെസ്, അതാണ് നമ്മൾ ആ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യുന്നത്. ഇവരൊരു 7:10 ഇറങ്ങി ഞാനൊരു 7:20 ഇറങ്ങുന്ന ഒരാളാണ്. സോ എനിക്ക് ആ ഓടിയാണ് ഗൈസ് ഞാൻ എപ്പോഴും പോകുന്നത്. ഞാനും ലേറ്റ് ആയിട്ടാ പോകുന്നത്. ആണ് ഇവര്. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് നമുക്ക് ജോലി. ഞാനേ മത്സ്യമുള്ളൂ ഈ ഹൗസിൽ ഏർലി ആയിട്ട്. സത്യമാണ്. അതെ അതെ, നമ്മൾ പരമമായ സത്യമാണ്. അങ്ങനെ ഞാൻ എന്റെ ശീലം അവളെല്ലാം ലേറ്റ് ആണ്. അവളെവിടെ പോയാണ്. അതെ, അത് ഈവൻ അവൾക്ക് കുറച്ചൊക്കെ മടിയുണ്ട്, ഒരു ലേസി ഭാഗത്ത് വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ. അതും ഏറ്റവും ഫണ്ണി പാട്ട് എന്താന്ന് വെച്ചാൽ ജയാറും ഞങ്ങളുടെ വീടും തമ്മിൽ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അവള് ടാക്സി വിളിച്ചേ വരുത്തുള്ളൂ. എനിക്ക് അതുകൊണ്ടല്ല ഗൈസ്, എനിക്കാണെങ്കിൽ അല്ല, അത് സത്യമാണ്, അത് സത്യമാണ്. ടാക്സി വിളിച്ച് ടാക്സി റിച്ച് ആയതുകൊണ്ടല്ല ഗൈസ്. എനിക്ക് എന്റെ ഹെൽത്ത് ഒക്കെ നോക്കട്ടെ ഗൈസ്. എനിക്ക് തണുപ്പത്ത് പിന്നെ ടാക്സി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇവളെ എനിക്കൊന്ന് സ്വന്തമായിട്ട് 001 ഒരു ടാക്സി. മോസ്റ്റ് പോപ്പുലർ ആണ് 001 ടാക്സിയിൽ. ഷൈന പോപ്പപ്പ് ചെയ്യുമ്പോഴേ അവർക്കറിയാം. ഗൈസ് എനിക്കാണിങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ല. കാരണം നമ്മളിങ്ങനെ എനിക്കൊരു സ്ഥലത്ത് 2 മിനിറ്റ് ഉണ്ട് ഇവൾക്ക് ഇവിടെ കൃഷി നടാൻ. ഇങ്ങനെ പച്ചക്കള്ളം 7:15 ഇവരൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് 7:20, കാരണം 5 മിനിറ്റ് ഞാൻ പ്രൊഡക്റ്റീവ് ആണ് ഇവിടെ. കാരണം ഞാൻ അത്ര നേരം കൂടെ ഉറങ്ങും. ഇല്ല, ഉറക്കമല്ല, എല്ലാവരുമായിട്ട് മിണ്ടിയും പറഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കും. സമയം പോകുന്നത് അപ്പോഴായിരിക്കും. അതെ, ഞാൻ ഈ കൊച്ചിലെ മുതൽ എന്റെ ഒരു ശീലമായി പോയി കഴിച്ചത്. എനിക്കത് മാറ്റുള്ള. ഈവൻ നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണെങ്കിൽ പോലും ഞങ്ങളുടെ കോളേജിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങുകാർ ഭയങ്കര ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. എല്ലാരും ബസ്സിൽ ഓൾറെഡി കോളേജ് ബസ്സിൽ കയറിയിരിക്കുമായിരിക്കും. എന്നാലും ഷൈനയുടെ കുളി തുടങ്ങുന്നതായിരിക്കും ചിലപ്പോ അവിടെ. അതുപോലെ തന്നെ എക്സാം ഹോളിൽ കയറുമ്പോ ഞങ്ങളൊക്കെ കയറുന്ന സമയത്തായിരിക്കും ഷാഹിന ഫുഡ് കഴിക്കാൻ വേണ്ടി മെസ്സി ചെല്ലുന്നത്. അത്ര ലേറ്റ് കമ്മറായിരുന്നു ഷൈന. ഇപ്പോഴാണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോ ഞങ്ങളോട് കള്ളമായ സമയങ്ങൾ പറയും അല്ലേ. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ മുന്നേ ഞങ്ങളോട് പറയും. എന്നാലേ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുള്ളൂ. ബെസ്റ്റ് ഓർഗനൈസർ ആണ് ട്രിപ്പിന്റെ. ഞാൻ അങ്ങനെ നമുക്ക് കുഞ്ഞ് കളിക്കാൻ പറ്റുന്ന സമയങ്ങളിലാണ് ഞാനിങ്ങനെ സമയം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റ് പിടിക്കുക, അങ്ങനെ ഇത്തിരി ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. അങ്ങനെ സീരിയസ് സിറ്റുവേഷനിൽ ഞാൻ സീരിയസ് ആവാറുണ്ട്. അതെ അതെ, ട്രിപ്പ് പോകുമ്പോ ഞങ്ങളൊക്കെ മെസ്സി ആയിരിക്കും. ബട്ട് ഷൈനയാണ് ബെസ്റ്റ് ഓർഗനൈസർ. എല്ലാം ക്യാഷിയർ തൊട്ടെല്ലാം ഷൈനയാണ്. പണ്ട് ഒരു 50 സ്റ്റുഡൻസിന്റെ പൈസ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. സോ അവൾക്കൊരു കോർഡിനേറ്റിംഗ് കഴിവ് പണ്ടേ ഉണ്ട്. എന്നെ പൊക്കുന്ന പരിപാടിയല്ല. അല്ല, ഇത് പൊക്കുന്നല്ല, നമ്മൾ റിയാലിറ്റി പറയുന്ന. അതെ അതെ, എനിക്ക് ചെറിയ മടി. എനിക്ക് ഭയങ്കര ലേസി ആയിട്ട് ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യും. അത്രേ ഉള്ളൂ. അലീനാജിനെ കുറിച്ച് പറയുക, എന്നെ കുറിച്ച് പറയണ്ട, അതല്ല നമ്മുടെ ബ്ലോഗ്. ഓക്കെ, കപ്പ ശരിയായി. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കപ്പ റെഡിയാക്കാം. ഇതൊരു ഈവനിങ് ടോക്ക് ആണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് കോഫിയൊക്കെ കുടിച്ചിരിക്കും. അവര് ഞങ്ങളുടെ ടൈം പാസിങ് ടൈമാണ്. നല്ല രസമാണ് ഗൈസ്. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ നമ്മള് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ ആൾക്കാരുണ്ട്. കുട്ടി നിർത്തുന്നില്ല, എനിക്ക് കൈക്ക് വേദന എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി കപ്പ ബിരിയാണി അടുത്ത സെക്ഷനിലേക്ക് കാണാം. ബൈ.
ബീഫിന് വേണ്ടി എന്ത് വയറ്റുമല്ലേ, വയറ്റാൻ പോവാം. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കടുക് 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 വേണം. കടുക് പൊട്ടിക്കുക. കടുക് പറ കടുക് പറ. put some കടുക്. എണ്ണ ചൂടാട്ടെ. കടുക് പറ കടുക് പറ കടുക് പറ. കടുക് അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഇത്ര സവോള ഇടണം അല്ലേ? all this നീ ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യും. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച്, ഇനി ഇത് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. ഓക്കെ, കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഇതെന്താ, തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ നല്ലപോലെ വഴറ്റുക. നമ്മൾ യൂഷ്വലി നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാതിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഈ സാധനം വഴറ്റാത്തത്. നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കും, സൂപ്പറായിട്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജെഫി എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കും. ഇനിയും ഇതിന് മുമ്പേ സവോള ഇടണോ അതോ കുറച്ചുകൂടി അത് ഗാർലിക്കിന്റെ ഫ്ലേവർ നന്നായി ഗാർലിക്കിന്റെ കമന്റിൽ പറഞ്ഞു. നന്നായി മിക്സ് ആണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് ഇത് കറക്റ്റ്. യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റാണ്. ഇത് അലീനൈസിൽ ടെക്നിക്കാണ്. അതുകൊണ്ട് ടേസ്റ്റിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അലീനൈസിൽ എനിക്ക് ഉത്തരവാദി. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അലീനൈസിൻ്റെ ഇത് വാങ്ങിച്ചത് അറിഞ്ഞോണ്ട് വാങ്ങിയതല്ല. ഇതൊന്നും എൻ്റെ ആയോന്ന് ആ ഒരു രീതി. നമ്മള് സവോള ഞാനിങ്ങനെ കൈ കൊണ്ടിടാം. ഞങ്ങൾ ഹൈജീനിക് ആയിട്ടാണ് നോക്കുന്നത്. നമ്മൾ കൈ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സവോള, കടുകുറ, ഓക്കെ. എന്നിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. നന്നായി മിക്സ് ചെയ്യുക. ലേശം ഉപ്പിടാം. നമ്മൾ ഈ സവോള നന്നായിട്ട് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം. നമ്മള് വ്ലോഗിന് വേണ്ടി നിൽക്കുന്നതാണ് മനസ്സിലാവും. മുടി കഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്നാണ് നമ്മൾ ഷാൻജിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ഹീസ് മൈ ഗുരു. ഉപ്പ് ഇവിടുന്ന് മറ്റേ നന്നായി ഇങ്ങനെ ഇളക്കുക. നമുക്ക് ഇവിടെ പിടിക്കാൻ വേണ്ടി ഒരു ഇത് വേണമായിരുന്നു. അതിനേച്ചി ഇളക്കാവും. എനിക്ക് കൈക്ക് ഇത്തിരി പരിക്കുണ്ട്. നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. ഞാനാണെങ്കിൽ തേങ്ങ വറുക്കും. ഓക്കെ, ഞങ്ങൾക്ക് വേറെ വലിയ വലിയ തവയുണ്ട്, പക്ഷെ ഞങ്ങൾ എടുക്കാത്തതാണ്. എന്താ എനിക്കിതാണ് കംഫർട്ടബിൾ ഇളക്കാൻ. ഞാൻ അവർക്ക് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഗൈസ്. അതൊരു പരമമായ സ്ഥിതിയാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല. നമുക്കിങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കാം. ഒന്നിനും ലുക്കില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണേ. പൊടികൾ വീണ്ടും വേണം. കുറച്ച് മസാല ഉണ്ടെങ്കിലേ ടേസ്റ്റ് ആവുള്ളൂ. എന്റെ കുറച്ച് പ്രേക്ഷകർ എന്നോട് പറഞ്ഞു നമ്മുടെ വോയിസ് കുറച്ചുകൂടെ ക്ലിയർ ആണോ. നമുക്ക് മൈക്ക് ഇല്ലാത്തോണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്കിപ്പോ മൈക്കൊക്കെ വാങ്ങി നമ്മൾക്ക് നഷ്ടമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്യാത്തത്. നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് പരിശ്രമിച്ച് ഞങ്ങൾക്ക് ഇനി സബ്സ്ക്രൈബേഴ്സ് ആകും.
ഇനിയും പുതിയ പുതിയ വെറൈറ്റി വ്ളോഗുകളൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. അതെ ഗൈസ്, ഞങ്ങള് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുതിയ 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 കോണ്ടന്റ്സ് ഒക്കെ അത് കട്ടിയാ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരിക്കുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ കഴിഞ്ഞ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആണ് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പാരീസ് വ്ളോഗ് ആണെങ്കിലും കുറെ ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തു. എസ്പെഷ്യലി ഷാഹിനയുടെ ലാസ്റ്റ് വ്ളോഗ്, അതായത് ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വ്ളോഗ്, അതായത് പാരീസ് എങ്ങനെയാണ് വോയിസ് ഓവർ എടുത്തത്. ഒരെണ്ണം കൂടെ ഇടാം, പക്ഷെ അത് കുറെ പേര് പറഞ്ഞു അത് ഭയങ്കര ഇൻഫോർമേറ്റീവ്, എല്ലാവരും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു. എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു. സോ ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കാരണം ബാക്കിയുള്ളവർക്കൊരു സംതിങ്. ഞാൻ ബാക്കി കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല ഗൈസ്. നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂളൊക്കെ ഭയങ്കര പറ്റുന്നില്ല. കാര്യമില്ല, ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓഫ് ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. പിന്നെ നിങ്ങൾ ഇനി ഈ സവാള ഇങ്ങനെ ബ്രൗൺ ആവുന്നുണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് ഇനി ഇത് ബ്രൗൺ ആയി കഴിഞ്ഞ് അടുത്ത പൗഡേഴ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മളുടെ സവോളയൊക്കെ അത്യാവശ്യമായിട്ട് വന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ഇടുകയാണ്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ മീറ്റ് മസാല, ദെൻ കുറച്ച് ഗരം മല്ലിപ്പൊടി, സോറി, എല്ലാ പൊടികളും കുറച്ച് കുറച്ച് ടീസ്പൂൺ ഞങ്ങൾ അങ്ങനെ കുറച്ച് വിതറുന്നു. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ ഇളക്കും. ഇതൊക്കെ നമ്മുടെ ഒരു സ്വന്തമായ ഐഡിയ പോലെ ഇരിക്കും. ഇങ്ങനെ ഇളക്കി പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഇളക്കുക. ഏകദേശം ഒരു മിനിറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഏകദേശം ഈ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് ഇതും കൂടെ മിക്സ് ചെയ്യാം. ഇതൊരു കുഞ്ഞു പാത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുക്കറിലേക്ക് നമുക്ക് ഇതാക്കി കുത്തി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇടുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ടേസ്റ്റിന് ഇല്ല, അതിനകത്തോട്ട് ഇടാൻ അത്ര ബീഫ് കൂടുതൽ. ഇത് പൊള്ളുന്നു. നമുക്കൊരു കാര്യം, പച്ചമണം മാറിയും പോകും. ആണോ? ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഇത്തിരി സ്റ്റോക്ക്, ബീഫിന്റെ സ്റ്റോക്ക് എടുത്ത് ഉപ്പിട്ടില്ല നമ്മൾ. ഉപ്പുണ്ടോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. ഒരിത്തിരി സവാള കരിഞ്ഞു പോയി, ബട്ട് സാരമില്ല, ഞങ്ങൾ തന്നെയല്ലേ തിന്നണം. ഉറക്കം വരുന്നു പറയാതെ. നമ്മളുടെ ബീഫ് ബിരിയാണി കഴിയാറായി. അവസാനം അതിലേക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ്. നീ ഇതെടുത്തോണ്ട് പോകും. അങ്ങനെയുണ്ട്, കൊള്ളില്ല. ഓക്കെ, ഓക്കെ പെർഫോമൻസ്. എനിക്ക് ഭയങ്കര കുത്ത വേണോ? അത് കുഴപ്പമില്ല. ഷൈനയാണ് പറഞ്ഞത് പൊടി അളക്കൊന്നും വേണ്ട. നമ്മൾ അങ്ങനെയാണ് ജീവിതത്തിൽ ചിലപ്പം ചിലത് ശരിയായിന്ന് വരും. ഇത് ഇങ്ങോട്ടേക്ക് ഇട്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കപ്പയും കൂടെ വരുമ്പോ അങ്ങോട്ടേക്ക് ഇടും. ഹൗ you take that and you put that. It's too. You take that and put that. Oh, genius. So genius, eh? എന്തുവാണ് ഈ കാണിക്കുന്നത്? ഗൈസ്, നമ്മൾ അങ്ങനെ ഈ ചൂട് സാധനം അലൂമിനിയം ഫോയിലെടുത്ത് ആ ഭാഗം കട്ടിയ ജീവൻ മരണ പോരാട്ടം. ഇതിങ്ങനെ തൂത്തിട്. ജീവൻ മരണ പോരാട്ടത്തിലാണ് ഗൈസ് ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇളക്കണം, കൂട്ടി യോജിപ്പിക്കണം. ഇത് ഇതാക്കണം. നന്നായി. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമ്മുടെ ബീഫ് വേകുകയാണ് ഗൈസ്. നമുക്ക്
ലുക്കിംഗ് എമ്മി ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ലുക്ക് ഗൈസ്, ഞങ്ങൾ ക്ലോസപ്പ് കാണിക്കാം. നൈസ്. ഗൈസ്, ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ നമ്മുടെ തേങ്ങ വറക്കണം. തേങ്ങ വറക്കുന്നത് നല്ല പോയാ ഇത്തിരിയും കൂടി ക്ലോസപ്പ്. ഇനി നമ്മള് തേങ്ങ വറുത്ത്, കപ്പ ബിരിയാണിയുടെ ഒരു മെയിൻ കൂട്ടാണ് തേങ്ങ വറുത്ത് നമ്മൾ ഈ മിക്സിനുള്ളിൽ ഇടും. അപ്പൊ തേങ്ങ വറ ഇനി നമുക്ക് മിക്സിങ് ആണ്. മിക്സിങ് ഏതിൽ വെച്ച് നടക്കും? How can we mix? ഇനി എണ്ണത്തേക്ക് ഇട്ടാ പോരെ? അതിനകത്തെ കുറച്ച് ബീഫ് കറി എടുത്ത് മാറ്റാം. അത്ര ഇട്ടാൽ ചിലപ്പോ കൂടിപ്പോ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബീഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മിക്സ് ചെയ്യുന്ന ഇതാണ് തേങ്ങ. തേങ്ങ ഇളക്കുന്ന ഷാഹിന, ഇളക്കലിന് സപ്പോർട്ടായി നിൽക്കുന്ന ജെഫി, ഇമോഷണൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും കൊടുക്കുന്ന ജെഫി. ഓരോ ഐഡിയാസ് ഞാൻ പറയും. നമ്മള് തേങ്ങ ഇളക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനം. ഓൾറെഡി ഇവിടെ കരിഞ്ഞു. അപ്പൊ നമ്മള് ഫയർ അലാം അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് കരിഞ്ഞു എന്ന്. നമ്മളിവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫയർ അലാം. നമ്മൾ ഫയർ അലാം അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. ബിക്കോസ് വി ആർ പ്രോ കുക്സ്. പിന്നെ വേറെ എന്തുണ്ട്? നാളെ എന്താണ് പരിപാടി? അവിടെ എന്തൊക്കെയാണ് വീട്ടിന്റെ വിശേഷം? നാളെ എന്താണ് പരിപാടി? നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഒരു 1 വീക്ക് ആനുവൽ ലീവ് ആണ്. വാവ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാരില്ല, ടൈം ഉണ്ട് ഇനിയും ചിന്തിക്കാം. ഇവിടെ എന്താണ് നാളെ പരിപാടി? നാളെ ഒരു പരിപാടിയില്ല. ഞാൻ ചില്ലിങ് ആയിരിക്കും ഹൗസിൽ. നൈറ്റ് ഷിഫ്റ്റ്സ് കഴിഞ്ഞുകൊണ്ട് ഒരു ദിവസം ബോഡിക്ക് റെസ്റ്റ്. നല്ല കാര്യം. അലീനയ്ക്ക് എന്താണ് നാളെ? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക രാവിലെ തൊട്ട്. അലീന രാവിലെ ഒരു ഗസല് കേട്ട് പാട്ട് പാടും. രാവിലെ എനിക്ക് സ്വാഗതം. പിന്നെ അവൾക്ക് നോവൽസ് ഉണ്ട്, അത് വായിച്ച് ഞങ്ങൾക്ക് ഓരോ സ്നിപ്പെറ്റ് വായിച്ച് കേൾപ്പിക്കും. പിന്നെ യോഗ ചെയ്യാൻ വേണ്ടി മുറ്റത്തിറങ്ങും. ഇതൊക്കെയാണ് എന്റെ റൂട്ടീൻ. പിന്നെ രാവിലെ അവള് 1 കിലോമീറ്റർ തന്നിലേക്ക് ഒതുങ്ങി. അതെ, ദാറ്റ്സ് ട്രൂ. അലീനജി ഓരോരുത്തർക്കും ഓരോ തന്നിലേക്ക് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ടൈമില്ല, ഞാൻ മിക്കപ്പോഴും ഡ്യൂട്ടിക്ക് പോകും. അതെ, മെയിൻലി അലീന ഭയങ്കര എന്താ പറയാ, ഷിഫ്റ്റ്സ് മോർ ബുക്ക് ചെയ്യും. അവള് വർക്കിലും ഒക്കെ ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആണ്. ബട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വർത്താനം പറയും. ടൈം കിട്ടുമ്പോ വർത്തമാനം പറയും. ബട്ട് മോർ ഓഫ് ടൈം പുറത്ത് പോകാറില്ല. പോവാറില്ല. എനിക്കങ്ങനെ ഞാൻ അങ്ങനെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എപ്പോഴും ഇങ്ങനെ പുറത്തു പോയി എനിക്ക് പുറത്തു പോകുന്നത് താല്പര്യം. അലീനയ്ക്ക് വീട്ടിൽ ടൈമാണ് ഇഷ്ടം. ഷൈനയ്ക്ക് രണ്ടും മിക്സ്ഡ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഹർ മൂഡ്. എൽസയ്ക്കും മൂഡ് അനുസരിച്ചാണ്. എനിക്കൊന്ന് എൽസയും കൂടെ വീട്ടിൽ ഇരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് ആരെങ്കിലും ഉള്ള, അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് ശല്യപ്പെടുത്തും. പണ്ടങ്ങനെയല്ലേ, നമ്മൾ ഇനിയും കപ്പ ബിരിയാണി മിക്സ് ചെയ്യാം. മിക്സിംഗ് കാണാം നമുക്ക്. മിക്സ് ചെയ്യാണ് ഗൈസ്. കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണം, ബിക്കോസ് കപ്പ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചു. കപ്പയാണോ ബീഫാണോ കൂടുതൽ? ഐ തിങ്ക് ഈക്വൽ. ഉപ്പിട്ടായിരുന്നു ബട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഇട്ടത്, കാരണം നീ ഉപ്പ് ബീഫിൽ കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്ക് നിങ്ങൾക്ക് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഇടാനുള്ളത് തേങ്ങ.
ഞാൻ പിടിക്കണം. ഓക്കെ, ഇനി ഇത് ചൂടാക്കണം. ഇനി നമ്മള് ഇത് ആവി കയറ്റുക. ഇളക്കണം. ഞാൻ നോക്കാം. നന്നായി ഇളക്കുക. സോ ദിസ് ഈസ് ഭയങ്കര പാടായിരിക്കും, ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അയ്യോ ഇത് കുഴഞ്ഞു പോയില്ലേ. കപ്പ ബിരിയാണി അങ്ങനെയാണ്. നമുക്കിനി പുതിയ ഇതിലേക്ക് നമ്മുടെ ബെസ്റ്റ് സംഭവത്തിലേക്ക് നമുക്ക് എനർജി ആണ് ഇത് ഇളക്കാൻ. ജിമ്മുകാരെ ക്ഷണിച്ചാലും നമുക്ക് ജിമ്മറും ഉണ്ട് ബോക്സറും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇളക്കണം. ഞാനൊരു സാധാരണ ആളാണ്. എനിക്ക് അലീനയ്ക്ക് ടെക്നിക്സ് അറിയാം. ലൈക്ക് അവൾക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് കട്ട് മെത്തേഡ്സ് അറിയാമെന്നുണ്ട്. വി പ്രിഫർ അലീന മോർ. ഒരു 10 മണി ഗൈസ്. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ 10:34 ആയി. അതുകൊണ്ട് ഭയങ്കര ടയേർഡ് ആവുകയാണ്. താങ്ക് യു, എനിക്കറിയാം. നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്തിട്ട് ഇല്ല പെണ്ണെ, ഇതൊന്ന് ടേസ്റ്റ് ഉപ്പുണ്ട്. സോ ഗൈസ് ഫൈനലി നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുന്നു. എന്താണ് ജെഫി ഈ കപ്പ ബിരിയാണി ജേർണിയിലേക്ക്? ഇതാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി ജേർണിനെ കുറിച്ച് എന്താണ് ജെഫിക്ക് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അലീന ജി എക്സൈറ്റഡ് ആണോ കപ്പ ബിരിയാണി കഴിക്കാൻ? കുഴപ്പമില്ല, എക്സൈറ്റഡ് ആണ്. നമ്മൾ സ്ഥിരം അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ. സോ ഒരു കപ്പ ബിരിയാണി ലവർ എന്ന സ്ഥിതിക്ക് ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. ജെഫി എക്സൈറ്റഡ് ആവും. അതെ, നമുക്കിനിയും കപ്പ ബിരിയാണിയിലേക്ക് സൂം ചെയ്യാം. ഇതാണ് ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കിയ കപ്പ ബിരിയാണി. ഇതാണ് ഗൈസ് നമ്മളുടെ ഔട്ട്കം, ടുഡേയ്സ് ഔട്ട്കം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇനിയും ഇങ്ങനത്തെ സ്പെഷ്യൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ ഗൈസ്.